ഭാഗ്യശാലികൾ നശിക്കുമോ? പലരുടെയും ചോദ്യമാണ്. കാരണം നമുക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ, നമ്മളെ ദൈവം പ്രത്യേകിച്ച് പരിഗണിച്ചല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഭാഗ്യം കിട്ടുന്നത്. അങ്ങനെയുള്ളവർ എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നത്? പലരുടെയും ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്കൊരു ഭാഗ്യം നമ്മളിലേക്ക് തരുമ്പോൾ അതെന്തു ആകട്ടെ, അതൊരു പരീക്ഷണമാണ്. നമുക്ക് അഹങ്കാരം വർദ്ധിക്കുന്നുണ്ടോ, വന്ന വഴി മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഭാഗ്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. മിക്ക ആൾക്കാരും ശ്രദ്ധിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു ഭാഗ്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് അഹങ്കരിക്കും. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിന്. ഇപ്പം ഈ പറഞ്ഞ നമ്മളെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലക്ഷങ്ങളും കോടികളും കിട്ടിയവരുണ്ട്. അങ്ങനെ കിട്ടിയിട്ട് നന്നായിട്ടുള്ളവർ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അഹങ്കരിക്കരുത്. ഒരു ഭാഗ്യമായാലും ശരി, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഒരു ഉയർച്ചയായാലും ശരി, നമ്മുടെ മുന്നിലേക്ക് എല്ലാം ഭാഗ്യമാണ്. വരുന്ന ഭാഗ്യത്തെ നമ്മൾ അഹങ്കാരത്തോടു കൂടി കാണരുത്. ഭാഗ്യം വരുമ്പോൾ ഈ പറഞ്ഞ കണക്ക് പറയുന്ന ഫലം കൂടിയ മാവിൻ്റെ കൊമ്പ് ചാഞ്ഞു നിൽക്കുമെന്ന് പറയും. എത്രത്തോളം അതിനകത്ത് മാങ്ങയുടെ എണ്ണം കൂടുന്നു അതനുസരിച്ച് അതിൻ്റെ കൊമ്പ് താഴേക്ക് വരും. അതുപോലെ ആകണം നമ്മളും. നമുക്ക് ഭാഗ്യങ്ങൾ ദൈവം തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ദൈവം കൂട്ടുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ താഴേക്ക് വരണം. അഹങ്കാരം ഒരിക്കലും പാടില്ല. കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് അഹങ്കരിച്ചാൽ താമസിയാതെ മുൻപ് എവിടെയാണോ നിന്നത് അതിൽ നിന്നൊന്നും താഴേക്ക് നമ്മൾ പോകും. ഇതാണ് പല അനുഭവങ്ങളും നമുക്ക് തരുന്ന പാഠം.